ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലിയിൽ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് കനിവായ് നിലാവായ്. അതിൽ നമ്മുടെ അവസാനത്തെ പാഠത്തിൻ്റെ ക്ലാസ്സാണ് നന്മപ്പൂക്കൾ. ഒന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ ക്ലാസ്സുകളും അതുപോലെ കവിതയുടെ ആശയത്തിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മലയാളത്തെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിൽ മലയാളം അടിസ്ഥാന പാഠാവലിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ പാഠം നന്മപ്പൂക്കൾ. ഒരു കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് ഫുള്ള് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്നേഹബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലേ. ആദ്യത്തെ നമ്മുടെ മുത്തശ്ശിയുടെ കഥയിലായിക്കോട്ടെ, 2ാമത്തെ കവിതയിലായിക്കോട്ടെ, എല്ലാം എന്താ പറയുന്നത്? അമ്മയും മകനും തമ്മിലുള്ള, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ 3ാമത്തെ പാഠത്തിൽ എന്താണെന്ന് നോക്കാം. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോകുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ നമ്മൾ എന്താ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അമ്മയും മകനും അല്ലെങ്കിൽ മുത്തശ്ശിയും അങ്ങനെ ഒരു കുടുംബ ബന്ധത്തിനുള്ളിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പിന്നെ ഇത് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു കഥയാണ് നമ്മുടെ 3ാമത്തെ പാഠത്തിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഈ കഥയിലെ കഥാപാത്രമാണ് മിറി. ഓക്കെ, മിറി എന്നാണ് ഒരു കുട്ടിയുടെ പേരാണ്. മിറിയാണ് പ്രധാന കഥാപാത്രം. നന്മപ്പൂക്കൾ എന്നുള്ള കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ് മിറി കേട്ടോ. മിറി ആരാന്നൊക്കെ നമുക്ക് കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് പാഠത്തിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പാഠം 3 നന്മപ്പൂക്കൾ. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അത് എന്താന്ന് വെച്ചാൽ എന്താ? കണ്ണ് കാണില്ല കേട്ടോ, ബ്ലൈൻഡ് ആണ്. അന്ധയായ പെൺകുട്ടിയായിരുന്നു മിറി. അച്ഛനും അമ്മയ്ക്കും വൃദ്ധരായ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പം മനോഹരമായ കുഞ്ഞു വീട്ടിൽ വളരെ സന്തോഷത്തോടെയായിരുന്നു അവൾ കഴിഞ്ഞു വന്നിരുന്നത്. കാഴ്ചയില്ലാത്തതിന്റെ വിഷമങ്ങളൊന്നും അവർ മിറിയെ അറിയിച്ചിരുന്നില്ല. ഒരു മലയുടെ കീഴിലുള്ള കുഞ്ഞു പട്ടണത്തിലായിരുന്നു അവരുടെ താമസം. ഇടയ്ക്കിടെ അവളുടെ നാട്ടിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ഒരുപാട് നാശങ്ങൾ വിതച്ചുകൊണ്ടാണ് എപ്പോഴും കടന്നു പോകുന്നത്. അന്നും പതിവ് പോലെ മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിന് പുറത്ത് വലിയ നഗരത്തിലേക്ക് ജോലിക്കായി പുറപ്പെട്ടു. ദുരന്തങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു വരുന്നത്. അവർ നിന്ന നഗരം പൊടുന്നനെ പൊട്ടിപ്പിളർന്നു. കെട്ടിടങ്ങളെല്ലാം ചിന്നിച്ചിതറി. ആയിരക്കണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിലായി. മിറിയുടെ അച്ഛനും അമ്മയും അതിൽ പെട്ടിരിക്കണം. അവർ പിന്നീട് ഒരിക്കലും വന്നതേയില്ല. താൻ കാഴ്ചയില്ലാത്തവളാണ് എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മിറിക്ക് ശരിക്കും മനസ്സിലായത്. അപ്പോൾ നമ്മുടെ മിറി അന്ധയാണ്. അവൾക്ക് പക്ഷെ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അതുപോലെ തന്നെ വൃദ്ധരായ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നില്ല? അവളൊരു കണ്ണ് കാണാത്ത കുട്ടിയാണ്, അന്ധയാണ് എന്ന് അവൾക്ക് ഒരു ചിന്ത വരാത്ത രീതി അത്രയും നന്നായിട്ടാണ് അവർ നോക്കിയിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒരു ദുരന്തത്തിൽപ്പെട്ട് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു അല്ലേ. അപ്പൊ അതിനുശേഷമാണ് അവൾക്ക് എന്ത് മനസ്സിലായത്? ആ ഒരു ബുദ്ധിമുട്ട്, അതായത് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഞാനൊരു അന്ധയാണെന്നുള്ള ബുദ്ധിമുട്ട് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. മാത്രമല്ല വൃദ്ധരായ മുത്തച്ഛനെയും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ആ കുഞ്ഞിലായി. പുതിയ സ്കൂൾ വർഷം പിറന്നു. മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അവളുടെ കൂട്ടുകാരികൾ എത്തി. തെരുവോരത്തിരുന്ന് ഷൂ വൃത്തിയാക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൾ. അവളുടെ മുന്നിൽ ഷൂ പോളിഷ് ചെയ്യാനായി നിൽക്കുന്നവരുടെ വലിയ നിര. തണുപ്പ് കാലത്ത് മുത്തച്ഛനും മുത്തശ്ശിക്കുമായി ചൂട് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ തണുപ്പിൽ അവർ മരവിച്ചു മരിച്ചു പോകും. മിറിക്ക് അധ്വാനിച്ചേ തീരൂ. ഉറ്റ ചങ്ങാതിയുടെ വിഷമാവസ്ഥ കണ്ട് ഏറെ സങ്കടപ്പെട്ടാണ് കൂട്ടുകാർ തിരിച്ചു പോയത്. അപ്പൊ പുതിയ സ്കൂൾ വർഷം തുറന്നു. അപ്പൊ മിറിയെ കൊണ്ടുപോകാനായിട്ട് അവളുടെ കൂട്ടുകാരികൾ എത്തിയില്ലേ. പക്ഷെ അവൾ എന്ത് ചെയ്യാണ്? അവളുടെ മുത്തച്ഛനെയും മുത്തശ്ശിയും നോക്കണ്ട, അത് ഇപ്പൊ ആരായി? മിറിയുടെ ഉത്തരവാദിത്വമായി. അപ്പൊ മിറി എന്ത് ചെയ്യാ? തെരുവോരത്തിരുന്നിട്ട് ഷൂ വൃത്തിയാക്കുന്ന ജോലി ചെയ്യാണ് അല്ലെ. അപ്പൊ അവൾക്ക് ഒരുപാട് ഷൂ വൃത്തിയാക്കാൻ പോളിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നില്ല? സ്കൂളിലേക്ക് പോകുന്നില്ല. ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? തണുപ്പുകാലമായി. മുത്തച്ഛനും മുത്തശ്ശിക്കും എന്ത് വാങ്ങണം? ചൂട് കുപ്പായം വാങ്ങണം. അതിന് കാശ് വേണം അല്ലെ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അധ്വാനിച്ചേ പറ്റൂ. കാരണം അവളുടെ മുത്തശ്ശനും മുത്തശ്ശി അത്രയും വൃദ്ധരായ ആൾക്കാരാണ്, അവർക്ക് അധ്വാനിക്കാൻ പറ്റില്ല. അപ്പൊ അവള് വരുന്നില്ല എന്ന് മനസ്സിലാക്കി അവളുടെ കൂട്ടുകാർ എന്ത് ചെയ്യണം? വളരെ സങ്കടത്തോടു കൂടെ തിരിച്ചുപോയി. മിറിയുടെ കൂട്ടുകാർ വെറുതെ ഇരുന്നില്ല. അവർ തങ്ങളുടെ കുഞ്ഞു പണപ്പൊതികളെല്ലാം കുടഞ്ഞെടുത്തു. അതുകൊണ്ട് മനോഹരമായ 2 ചൂട് കുപ്പായങ്ങളും വാങ്ങി അവർ മിറിയുടെ അടുത്ത് ചെന്നു. മിറിക്ക് വേണ്ടി അവർക്ക് അത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. അവർ ദിവസവും കുഞ്ഞു മിറിക്ക് വേണ്ടി പാഠങ്ങൾ മാറി മാറി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പരീക്ഷാകാലമാകുമ്പോൾ അവളെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്ന് അവർ അവരുടെ അധ്യാപകരുടെ സമ്മതവും വാങ്ങിച്ചു. കുഞ്ഞുങ്ങളുടെ ഈ സ്നേഹം കണ്ട് അധ്യാപകരും ഒരു നാൾ മിറിയെ കാണാനെത്തി. മിറിയെ സ്നേഹിക്കാൻ, അവളെ സംരക്ഷിക്കാൻ
സംരക്ഷിക്കാൻ ഇപ്പോൾ ഏറെ പേരാണ്. നന്മ നിറഞ്ഞ ഒരുപാട് പേർ. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ മനോഹരങ്ങളാണ്. പൂക്കളെ പോലെ, പൂമ്പാറ്റകളെ പോലെ. അല്ല, അത്രയും മനോഹരമായ ഒരു കഥയായിരുന്നു അല്ലേ? അതായത് മിറിക്ക് ഇപ്പം എന്ത് വാങ്ങണമെന്നായിരുന്നു പറഞ്ഞത്? മുത്തശ്ശനും മുത്തശ്ശിക്കും ചൂട് കുപ്പായങ്ങൾ വാങ്ങണം, സ്വെറ്റർ വാങ്ങണം. അപ്പൊ അതിനു വേണ്ടിയാണ് അവൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി അവളുടെ കൂട്ടുകാർ എന്ത് ചെയ്തു? അവളുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളൊക്കെ ചേർത്ത് അവരെന്ത് ചെയ്യാണ്? മിറിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ട് സ്വെറ്റർ വാങ്ങി, ചൂട് കുപ്പായങ്ങൾ വാങ്ങി അവൾക്ക് സമ്മാനിച്ചു, അവൾക്ക് കൊടുത്തു. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ കൂട്ടുകാരിക്ക് വേണ്ടി അവരെന്ത് ചെയ്യണം? അവരുടെ കയ്യിലുള്ള ആ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെല്ലാം കൊടുത്ത് അവളെ സന്തോഷിപ്പിക്കണം. അതുപോലെ തന്നെ അവൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ എത്ര മനോഹരമായ സൗഹൃദമാണ് നോക്കൂ. അപ്പൊ എന്താ അവിടെ പറയണത്? അത്രയേറെ, അതായത് എവിടെയാണ് ഏറ്റവും കൂടുതൽ നന്മകൾ ഉള്ളത് എന്നാ പറയണത്? കുഞ്ഞുങ്ങളുടെ മനസ്സിലാണ് അല്ലേ? അതുപോലെ തന്നെ അതുകൊണ്ടാണ് പ്രകൃതിയിലെ എല്ലാ കുഞ്ഞുങ്ങളും എന്താണ്? വളരെയധികം മനോഹരമാണ്. പൂക്കളെ പോലെയും പൂമ്പാറ്റകളെ പോലെയും മനോഹരമാണ് പറയാൻ കാരണം എന്താ? കാരണം അവരുടെ മനസ്സിൽ എന്താ? നിഷ്കളങ്ക സ്നേഹമായിരിക്കും. ഒരു സ്വാർത്ഥതയും ഇല്ലാതെ വളരെ നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും അല്ലേ? വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു നമ്മുടെ മിറിയുടെ കഥ അല്ലെ? ആരെഴുതിയ കഥയാണിത്? കഥാകൃത്തിന്റെ പേരാണ് ഡോക്ടർ PK ഭാഗ്യലക്ഷ്മിയാണ് കേട്ടോ. ഇനി നമുക്ക് പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളുടെ ചിത്രകഥ. നന്മപ്പൂക്കൾ എന്ന കഥയിലെ സന്ദർഭങ്ങൾ വായിക്കൂ. മിറിയുടെ സന്തോഷം നിറഞ്ഞ വീട്, പെട്ടെന്നുണ്ടായ ഭൂകമ്പം, ഇനിയും ധാരാളം സന്ദർഭങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്താമല്ലോ. അവ ക്രമപ്പെടുത്തി എഴുതും കൂടെ ചെയ്യുക കേട്ടോ. എന്തൊക്കെ എഴുതാം? അച്ഛൻ്റെയും അമ്മയുടെ മരണം, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ചുമതല ഏറ്റെടുക്കൽ, അവർക്ക് ചൂട് കുപ്പായം വാങ്ങിക്കൊടുക്കൽ, ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി, കൂട്ടുകാർ മിറിയെ സഹായിക്കുന്നു, അധ്യാപകർ മിറിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അടുത്തത്, മിറിയുടെ കഥ ഒരു കഥ ആക്കിയാലോ. ഓരോ ഗ്രൂപ്പും ചിത്രകഥ തയ്യാറാക്കണം. തയ്യാറാക്കിയ ചിത്രകഥകൾ കൈമാറി വിലയിരുത്തുകയും വേണം. അപ്പൊ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഒരു ചിത്രകഥ തയ്യാറാക്കാനാണ് പറയണത്. അടുത്തത്, നാടകം കളിക്കുന്നതാണ് കേട്ടോ. ചിത്രകഥ തയ്യാറാക്കുന്നതിനായി സന്ദർഭങ്ങൾ കണ്ടെത്തിയാലോ. ഇവ ചേർത്ത് ഒരു നാടകം കളിച്ചാലോ. എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് രംഗങ്ങളും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൂട്ടിച്ചേർക്കാം. ആവശ്യമായ ഒരുക്കങ്ങൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പും നാടകം അവതരിപ്പിക്കണം. മികവുകളും പരിമിതികളും ചർച്ച ചെയ്യുമല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? നാടകമായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. നാടകമായിട്ട് പ്രസന്റ് ചെയ്യുക. അടുത്തത് കവിതയരങ്ങാണ്. കളിയല്ല കളി എന്ന യൂണിറ്റിലും ഈ യൂണിറ്റിലും പഠിച്ച കവിതകളും ക്ലാസ് ലൈബ്രറിയിൽ അടുത്തുള്ള വായനശാലയിലുമുള്ള കവിതാ സമാഹാരങ്ങളിൽ നിന്നും ശേഖരിച്ച് സമാന കവിതകളും ചേർത്ത് ഒരു കവിത അരങ്ങ് നടത്തൂ. ഒറ്റയ്ക്കും സംഘമായും ചൊല്ലും. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും ചേർത്ത കവിതകളൊക്കെ ചേർത്തിട്ട് വേണം ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്? വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ചെറിയ ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ വളരെ മനോഹരമായ കഥയായിരുന്നു അല്ലെ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിൽ ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ ചോദ്യോത്തരങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.